ഓം ശാന്തി. മസ്തക സിംഹാസനത്തിൽ വിരാജമാൻ ഞാനൊരു പ്രകാശപുഞ്ചമാണ്. വിദേഹി ആത്മാവാണ്. 5 തത്വങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ ശരീരത്തിലാണെങ്കിലും ഞാൻ ശരീരത്തിൽ നിന്നും തീർത്തും വേറെയാണ്. എൻ്റെ നിരാകാരി സ്ഥിതിയിലിരുന്ന് ഈ സാകാര ശരീരം ആധാരമെടുത്ത് കർമ്മേന്ദ്രിയങ്ങളാൽ ഞാൻ കർമ്മം ചെയ്യിക്കുന്ന കർമ്മയോഗിയാണ്. ഓരോ കാര്യത്തിലും ബാബ ചെയ്യിക്കുന്നവനാണെന്ന് മനസ്സിലാക്കുന്നു. സദാ നിമിത്തമായി കർമ്മം ചെയ്യുന്നു. മുഴുവൻ ഉത്തരവാദിത്വവും ഒരു ബാബയ്ക്ക് നൽകി സദാ ഡബിൾ ലൈറ്റായിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ കർമ്മവും യോഗവും കമ്പൈൻഡാണ്. കർമ്മം ചെയ്യുമ്പോൾ ബാബയെ മറക്കുന്നില്ല. ഓർമ്മയിലിരിക്കുമ്പോൾ കർമ്മവും മറക്കുന്നില്ല. ഞാൻ ഓരോ കർമ്മവും ഒരു ബാബയെ കൂടെ വെച്ച് ബാബയുടെ കൂടെ കമ്പൈൻഡായി ചെയ്യുന്നു. കർമ്മത്തെ യോഗത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. കർമ്മത്തിലും യോഗത്തിലും ബാലൻസ് വെച്ച് സർവരുടെയും ബ്ലെസ്സിങ്സ് എടുത്ത് ഓരോ കാര്യവും സഹജമായി ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ സ്വയം തന്നെ കർമ്മബന്ധനത്തിൽ നിന്നും ചെയ്യുന്നവനെന്ന ഭാവത്തിൽ നിന്നും വേറിട്ട് കർമ്മത്തിൻ്റെ ഫലത്തിൻ്റെ പ്രാപ്തിയിൽ നിന്നും വേറിട്ട് കർമാതീത അവസ്ഥയുടെ അനുഭവം ചെയ്യുന്നു. എത്ര വലിയ കാര്യമായാലും ഞാനൊരു കളിയാണെന്ന് വിചാരിക്കുന്നു. സഹജ സഫലത പ്രാപ്തി ചെയ്യുന്നു. അശരീരിയായി സർവബന്ധനങ്ങളിൽ നിന്നും ഞാൻ മുക്തമായിരിക്കുന്നു. സേവയും ബന്ധനമുക്തമായി ചെയ്യുന്നു. എൻ്റെ സൂക്ഷ്മ ബുദ്ധിയിലൂടെ ബന്ധനങ്ങളെ തിരിച്ചറിഞ്ഞ് സമാപ്തമാക്കുന്നു. പരിധിയുള്ള റോയൽ ആഗ്രഹങ്ങളിൽ നിന്നും മുക്തമാകുന്നു. ഓരോ കർമ്മവും സാക്ഷിയായി ചെയ്യുന്നു. സ്വയം തന്നെ ഒരു അലൗകിക ആത്മാവാണെന്ന് മനസ്സിലാക്കി ഓരോ കർമ്മവും ചെയ്യുന്നു. സർവരെയും അലൗകിക അനുഭൂതി ചെയ്യിപ്പിക്കുന്നു. ഏത് പരിതസ്ഥിതിയിലും ഞാൻ സ്വസ്ഥിതി സദാ അജൽ അഡോൾ നിർവിഘ്ന നിർബന്ധന നിർവികൽപ്പമായി വയ്ക്കുന്നു. ഞാൻ പഠിപ്പിലൂടെ കർമാതീത അവസ്ഥയുണ്ടാക്കുന്നു. അതോടൊപ്പം
പതിതത്തിൽ നിന്ന് പാവനമാകാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. ആത്മീയ സേവനവും ചെയ്യുന്നു. ബാബ നൽകിയ മന്ത്രമാണ് മോശമായത് കാണരുത്, കേൾക്കരുത്, പറയരുത്. ഈ മന്ത്രത്തെ സദാ ഓർമ്മയിൽ വെച്ച് പാപകർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു. ബാബ പറയുന്നു, പവിത്രതയുടെ ഗുണം ധാരണ ചെയ്യൂ. ഇതുതന്നെയാണ് നമ്പർ 1 ഗുണങ്ങൾ. പതിത പാവനനും സർവരുടെ സദ്ഗതിദാതാവുമായ പരിധിയില്ലാത്ത അച്ഛൻ്റെ മുന്നിലിരിക്കുന്നു. ബാബ എന്നെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു. ഞാൻ കേവലം ബാബയെ ഓർമ്മിക്കുന്നു. സ്വയത്തിൽ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നു. ഞാൻ ബാബയിൽ നിന്നും പഠിപ്പ് സ്വീകരിച്ച് പതിതത്തിൽ നിന്നും പാവനമാകുന്നു. മറ്റുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് എൻ്റെ ആത്മീയ സേവനം. ഞാനിപ്പോൾ ബ്രഹ്മമുഖവംശാവലിയായ ബ്രാഹ്മണനായിരിക്കെയാണ്. ഈശ്വരനാണ് എന്നെ പഠിപ്പിക്കുന്നത്. ബാബ പരമമായ അച്ഛനാണ്, ടീച്ചറാണ്, സദ്ഗുരുവുമാണ്. അവരുടെ മതമനുസരിച്ച് സർവ ആത്മാക്കളെയും ശ്രേഷ്ഠമാക്കുന്നു. എനിക്ക് പഠിപ്പിലൂടെ കർമാതീത അവസ്ഥ പ്രാപിക്കണം. ഈ ജന്മത്തിൽ തന്നെ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. പവിത്രതയാണ് നമ്പർ 1 ദൈവിക ഗുണം. ബാബ എൻ്റെ സ്മൃതി ഉണർത്തിയിരിക്കുകയാണ്. ഞാൻ തന്നെയാണ് ആദി സനാതന ദേവതാധർമ്മത്തിലുള്ളവർ. ഞാൻ തന്നെയാണ് ചക്രം കറങ്ങി വന്നത്. ഇപ്പോൾ ഞാൻ തന്നെ വീണ്ടും ആയിത്തീരണം. ഈ മധുരമായ സ്മൃതിയിലൂടെ പവിത്രമായിരിക്കാനുള്ള ധൈര്യം വരുന്നു. ഞാൻ ഈശ്വരൻ്റെ മതമനുസരിച്ച് സർവരെയും ശ്രേഷ്ഠമാക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ പവിത്രമായ ആത്മാക്കൾ വന്ന് രാജ്യം ഭരിക്കുന്നു. ഇതാണ് സ്വദർശന ചക്രം. ഈ സ്വദർശന ചക്രം കറക്കിക്കൊണ്ടിരിക്കുന്നതിലൂടെ വികർമ്മം നശിക്കുന്നു. ഈ ചക്രം ഒരിക്കലും നിൽക്കരുത്. ഇതിലൂടെ പാപം നശിക്കുന്നു. രാവണന്റെ മേലെ വിജയിക്കുന്നു. ഈ ജ്ഞാനം ബാബയിലാണുള്ളത്. അതിനാൽ ബാബയെ ജ്ഞാനസാഗരനെന്നും ബീജരൂപനെന്നും പറയുന്നു. ഞാൻ ദേവി ദേവതയായി മാറുന്നു. ഈ കാര്യം തന്നെ മുഴുവൻ ദിവസവും സ്മരിച്ച് എൻ്റെ മംഗളമുണ്ടാക്കുന്നു. ബാബ എന്നെ സ്വദർശന ചക്രധാരിയാക്കുന്നു. ഞാൻ ബാബയെ പരമധാമത്തിൽ ഓർമ്മിക്കുന്നു. എനിക്ക് യാതൊരു ചിന്തയുമില്ല. ഞാൻ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും സ്വദർശന ചക്രധാരിയാണ്. സ്വദർശന ചക്രത്തിലൂടെ
ആസുരീയത നശിക്കുന്നു. ഞാനിപ്പോൾ സത്യയുഗി പുതിയ ജന്മത്തിലേക്കാണ് പോകുന്നത്. ഈ ഒരു ജന്മത്തിൽ മാത്രം ശിവബാബ എൻ്റെ പാരലൗകിക പിതാവാണ്. പിന്നീട് ബ്രഹ്മബാബ അലൗകിക പിതാവാണ്. ഇത് ഈ സമയത്തെ കാര്യം മാത്രമാണ്. ഞാൻ മുഴുവൻ ചക്രത്തെയും സ്മൃതിയിൽ കൊണ്ടുവരുന്നു. ബാബയുടെ ഓർമ്മയോടൊപ്പം തന്നെ ബുദ്ധി പരമധാമ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ബാബ നൽകിയിട്ടുള്ള സ്മൃതികളെ സ്മരിച്ച് സ്വയത്തിൻ്റെ മംഗളം ചെയ്യുന്നു. സർവഗുണസമ്പന്നനാകുന്നതിനൊപ്പം ഏതെങ്കിലും ഒരു വിശേഷതയിൽ വിശേഷ പ്രഭാവശാലിയായി ഭവിക്കൂ. ഞാൻ ബാബ തന്നിരിക്കുന്ന ഈ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. എന്നിൽ സർവഗുണങ്ങളും ശക്തികളുമുണ്ടെങ്കിലും ഒരു വിശേഷതയിൽ വിശേഷ ഗവേഷണം നടത്തി സ്വയത്തെ പ്രഭാവശാലിയാക്കുന്നു. വികാരങ്ങളാകുന്ന സർപ്പങ്ങളെ സഹജയോഗമാകുന്ന ശയ്യയാക്കി മാറ്റൂ. എങ്കിൽ സദാ നിശ്ചിന്തരായിരിക്കും. ഓം ശാന്തി.